ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി നായകനായി എത്തിയ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് മൂന്നാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വരുമ്പോൾ മികച്ച ഒരു കളക്ഷൻ റിപ്പോർട്ടുകളാണ് സിനിമയ്ക്ക് വരുന്നത്. ഇതിനോടകം തന്നെ ട്രാക്കിംഗ് കളക്ഷനിലൂടെ മാത്രമാണ് സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതും ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്ന കളക്ഷൻ തന്നെയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യ ദിനം സിനിമ കേരളത്തിൽ നിന്ന് മാത്രമേ നേടിയത് 1,85,00,000 രൂപയോളമായിരുന്നു. അതുകൂടാതെ സിനിമ വേൾഡ് വൈഡായിട്ട് നേടിയത് 4,10,00,000 രൂപയോളമായിരുന്നു. വെള്ളിയാഴ്ച രണ്ടാം ദിനം സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് മാത്രമേ നേടിയത് 1,38,00,000 രൂപയോളമാണെന്നാണ് ഇപ്പോൾ ട്രാക്കേഴ്സ് മുഖാന്തരം വരുന്നത്. അതായത് ഇന്നലെ ട്രാക്ക്ഡ് കളക്ഷൻസ് 1,01,00,000 രൂപയ്ക്ക് മുകളിലായിരുന്നു വന്നിരുന്നത്. അങ്ങനെ ഇന്നലത്തെ ഫുൾ വേൾഡ് വൈഡ് കളക്ഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് സിനിമ ഇതിനോടകം തന്നെ 7 കോടിക്ക് മുകളിലേക്ക് എത്തി എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ആദ്യ ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 19 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രമായി നേടിയത്. രണ്ടാം ദിവസവും സമാനമായ രീതിയിൽ തന്നെയാണ്. അവിടെ ഇടിവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ചെന്നൈ ആണ് സിനിമയ്ക്ക്, അല്ലെങ്കിൽ തമിഴ് മേഖലയാണ് സിനിമയ്ക്ക് നല്ല ലെവലിലുള്ള ഒരു ഗ്രിപ്പ് കൊടുത്തിരിക്കുന്നത്. ഇന്നലെയുള്ള ചെന്നൈ നഗരത്തിലെ എല്ലാ ഷോകളും ഓൾമോസ്റ്റ് ഫുള്ളും, പല ഷോകളും ഹൗസ്ഫുള്ളുമായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമ 2 ദിവസം കൊണ്ട് 7,10,00,000 രൂപ എന്നുള്ളതാണ് ഇപ്പോൾ ട്രാക്കേഴ്സ് മുഖാന്തരം പുറത്തു വരുന്ന കാര്യങ്ങൾ. ഇന്ന് ശനിയാഴ്ച മികച്ച രീതിയിലുള്ള ഒരു കളക്ഷനാണ്. ഒരുപക്ഷെ കേരളത്തിൽ മാത്രമായിട്ട് സിനിമ 2 കോടിയിലേക്ക് ടച്ച് ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇന്ന് നൽകുന്നത്. വേൾഡ് വൈഡായിട്ട് സിനിമ ഇന്നുകൊണ്ട് ഏറെക്കുറെ 11 കോടി 12 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. GCC റിപ്പോർട്ടുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. GCCയിൽ മികച്ച രീതിയിലുള്ള തിയേറ്ററുകളും അതുപോലെ തന്നെ കളക്ഷനുമാണ് സിനിമയ്ക്ക് വരുന്നത്. ആദ്യ ദിനം കേരളത്തിൽ നിന്ന് 1,85,00,000 രൂപ കിട്ടിയപ്പോൾ 2 കോടിക്ക് അടുത്താണ് സിനിമയ്ക്ക് വേൾഡ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ ലഭിച്ചത്. അത് സ്ഥിരമായി തുടരുകയും ചെയ്യുന്നു. എന്താണ്, സിനിമ മനോഹരമായി തന്നെ ആളുകളിലേക്ക് എത്തുകയും ആളുകൾക്കെല്ലാം മികച്ച അഭിപ്രായമായി പോവുകയും ചെയ്യുന്നു. ഒരു ആവറേജ് മൂവി എന്നുള്ളത് തന്നെയാണ്. പലരും കമൻസിലൂടെ വന്നിട്ട് സിനിമ ആവറേജ് ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മളും അത് തന്നെയാണ് പറഞ്ഞത്. ആവറേജ് എബോവ് ആവറേജ് തന്നെയാണ് സിനിമയുടെ തുടക്കം മുതലുള്ള കാറ്റഗറി. അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്നത് മമ്മൂട്ടി, ഗോകുൽ സുരേഷ് എന്നിവരുടെ പെർഫോമൻസ് തന്നെയാണ്. ഒരു ഐക്കണിക് ക്യാരക്ടറിനെ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സിനിമ അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഡൊമിനിക് എന്ന ഒരു പുതിയ കഥാപാത്രം, നമ്മളുടെ സേതുരാമയ്യരെയൊക്കെ പോലെ തന്നെ മറ്റൊരു കഥാപാത്ര സൃഷ്ടി അവിടെ നടന്നു. അവിടെ വീണ്ടും വീണ്ടും ഈ ഒരു ക്യാരക്ടറെ വെച്ചിട്ട് സിനിമകൾ ചെയ്യാൻ കഴിയുമെന്നുള്ള ആ ഒരു പ്രതീക്ഷ തന്നെയാണ് സംവിധായകനും ഒക്കെ ഉണ്ടായിരിക്കുന്നതും. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് ഈ സിനിമയുടെ മികവ് എന്ന് തന്നെ പറയുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.